നമസ്കാരം. 35 ദിവസത്തോളം രാജ്യ തലസ്ഥാനത്തെ ജന്തർ മന്ദിറിൽ CJP-കാർ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ നടത്തിയ സമരം നമ്മളെല്ലാവരും കണ്ടതാണ്. 35 ദിവസത്തിന് ശേഷം ഈ സമരം പിരിഞ്ഞുപോയി. ഇപ്പോഴൊക്കെ ഉയർന്ന ഒരു ചോദ്യം, വിദ്യാഭ്യാസ വായ്പയുടെയും സ്കോളർഷിപ്പിൻ്റെയും സഹായത്തോടെ അമേരിക്കയിൽ പഠിക്കാൻ പോയ അഭിജിത്ത് ദീപ്കെ എന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിനുശേഷം കുറേ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തേക്ക് തിരിച്ചു വന്ന് ഇവിടെ സമരം നടത്തുന്നു. സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അന്ന് ഈ സമരം നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പോലീസിന് നൽകിയ ഉറപ്പ് സമാധാനപരമായി സമരം നടത്തുമെന്നുള്ളതായിരുന്നു. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കില്ല, സമാധാനമായി സമരം നടത്തിക്കൊള്ളാം, മറ്റുള്ളവരെ ആക്രമിക്കുകയോ വിദ്വേഷപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്നൊക്കെ അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തതിന് ശേഷമാണ് അവിടെ സമരം നടത്താൻ ഡൽഹി പോലീസ് അനുവദിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവിടെ നടന്നത്. പോലീസ് വാഹനങ്ങളടക്കം അവിടെ തല്ലി തകർത്തു, പോലീസുകാരെ ആക്രമിച്ചു, പോലീസുകാരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു, പ്രധാനമന്ത്രിയുടെ അമ്മയെ വരെ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചു, പോലീസുകാരെ തെറി വിളിച്ചു. അങ്ങനെ നിരവധി അക്രമ സംഭവങ്ങളൊക്കെ അവിടെ കാണിച്ചു. പിന്നീട് ഈ സമരം അവസാനിപ്പിക്കാനായി സർക്കാർ കൊടുത്ത ഉറപ്പ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരു കേസുകളും എടുക്കില്ല എന്നുള്ളതായിരുന്നു. ശരി, കേസെടുക്കില്ല എന്നാണ് സർക്കാർ കൊടുത്ത ഉറപ്പ്. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ 200ഓളം പരാതികളാണ് ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ വന്നിട്ടുള്ളത്. അതായത് അത് സർക്കാരിൻ്റെ പരാതികളല്ല, അത് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ഇരയായവരുടെ പരാതികളാണ്, പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ പരാതികളാണ്. 200 FIR-കളാണ് അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇതിനിടെ ചോദ്യക്കടലാസ് ചോർച്ച ഉന്നയിച്ചുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ നിയമപ്രകാരം പിൻവലിക്കാൻ അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സമരവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമെതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ലെന്ന് കേന്ദ്ര സർക്കാരും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായല്ലോ. ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുടെ കേസുകൾ പിൻവലിക്കാമെന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. വിവിധ സംസ്ഥാനങ്ങളിലെ കേസുകളിൽ അന്വേഷണം തുടരാമെന്ന് ജൂലൈ 28 ഉത്തരവിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസുകൾ പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുമ്പോൾ കോടതി ഉത്തരവ് ആശങ്കയ്ക്ക് വഴിവെച്ചതോടെയാണ് ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായത്. ഗുരുതരവും നിഷ്ഠൂരവുമായ കുറ്റകൃത്യങ്ങളെയാണ് ക്രിമിനൽ പശ്ചാത്തലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നും നിസ്സാര കേസുകൾ ഈ ഗണത്തിൽ വരില്ലെന്നും ബെഞ്ച് വിശദീകരിച്ചിട്ടുണ്ട്. കേസുകൾ പിൻവലിക്കുന്നതിലെ സാങ്കേതിക തടസ്സമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. FIR നേരിട്ട് പിൻവലിക്കാൻ കഴിയില്ലെന്നും ക്ലോസർ റിപ്പോർട്ട് നൽകുകയോ FIR റദ്ദാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകുകയോ ആണ് വഴിയെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറയുന്നുണ്ട്. നടപടിക്രമം കോടതി തന്നെ രൂപപ്പെടുത്താമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി അറിയിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ FIR-കൾ കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളെ അവിടെ വിളിച്ചുകൂട്ടി അവിടെ അക്രമം നടത്തുകയും അത് 35 ദിവസത്തോളം തുടർന്നു പോവുകയും രാജ്യത്തെ തന്നെ അവമതിപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകാമെന്ന് കരുതിയാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. അഭിജിത്തിന് തെറ്റിപ്പോയത് അവിടെയാണ്. അഭിജിത്തിനെതിരെയും അതുപോലെ തീവ്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കാണിക്കാത്തവർക്കെതിരെയും ഒന്നും കേസെടുക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതു സ്വത്തുക്കൾ തല്ലി തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് വാഹനങ്ങൾ തല്ലി തകർക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാതെ വിട്ടാൽ അത് എന്ത് സന്ദേശമാണ് ഇനിയുള്ളവർക്ക് നൽകുക എന്നുള്ളതൊരു വലിയ ചോദ്യമായി അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും 200 FIR-കളാണ് അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഏത് സാമ്പത്തിക സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയത് എന്നുമൊക്കെ ഉള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ അമിത് തിവാരി എന്നൊരു വിവരാവകാശ പ്രവർത്തകൻ ബന്ധപ്പെട്ടവരെ സമീപിച്ചിട്ടുണ്ട്. അത് കേട്ടതോടെ അഭിജിത്തിന് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ താൻ ഈ രേഖകളൊക്കെ കാണിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവായ ഭഗവൽ റാവു ദീപ്കെ, അയാളൊരു മഹാരാഷ്ട്രയിലെ ഒരു ജൂനിയർ സൂപ്രണ്ടായിരുന്നു. 60,000 രൂപ മാത്രം ശമ്പളം കിട്ടുന്ന ഒരു സർക്കാരിലെ ഒരു ജൂനിയർ സൂപ്രണ്ടായിരുന്നു. അയാൾ വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പാറ്റാത്തലവനായ അഭിജിത്ത് ദീപ്കെ. എന്തായാലും 200 FIR-കൾ അഭിജിത്തിൻ്റെ പേരിൽ
രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ അവിടെ ഇനി പാറ്റകളെ കൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ സംഭവം കേട്ടതോടെ, ഈ കാര്യം അറിഞ്ഞതോടെ തന്നെ അദ്ദേഹം ആകെ വിറളി പിടിച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും മുഖഭാവത്തിലും വ്യക്തമാണ്. കാരണം ജന്തർ മന്ദിറിൽ ഇത്രയും ആൾക്കാരുടെ ചുറ്റും നിന്ന് വലിയൊരു ഹീറോയായി തായം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവവും ശരീരഭാഷയും അതല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പാറ്റകളെല്ലാം പിരിഞ്ഞുപോയി, പലർക്കെതിരെയും കേസുകളുണ്ടായി. ഇക്കൂട്ടത്തിൽ 15 വയസ്സായ ഒരു പെൺകുട്ടി പോലുമുണ്ട്. ആ പെൺകുട്ടി പ്രധാനമന്ത്രിയുടെ അമ്മയെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുകയാണ്. പിന്നീട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ മാപ്പപേക്ഷയുമായി വന്നിരിക്കുകയാണ്. 3 വീടുകൾ മാറി എന്നാണ് അവളുടെ അമ്മ തന്നെ പറയുന്നത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മക്കളെ, 15 വയസ്സായ ഒരു കുട്ടിയെ മറ്റുള്ള ആൾക്കാരോടൊപ്പം വിടുമ്പോൾ ആ രക്ഷകർത്താവ് ശ്രദ്ധിക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പലരും എന്നെ പറയാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നവരല്ല. ഇവിടെ നിന്ന് പോയ ഈ രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കാര്യത്തിൽ എന്താണ് താല്പര്യം എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ നടന്നത് യുവജനങ്ങളുടെ വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധമായിട്ടുള്ള വിഷയമാണെങ്കിൽ അത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ്. അവിടെ പ്രായപൂർത്തിയാകാത്തവരോ ഈ രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള അവസരമില്ലാതെ ഇരിക്കുന്ന കുറേ ആൾക്കാരോ ഒന്നും അവിടെ ചെല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തായാലും 200 FIR-കൾ ഈ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ വീണിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.